പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും. നീ കമലഹാസനാവണ്ട, ഇരിക്കുന്നു ഹീറോ, യഥാർത്ഥ ഹീറോ അതുകൊണ്ടോ കുട്ടിയാ. വളരെ സത്യസന്ധനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. ട്രെയിലർ ചെയ്യുന്ന ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മനസ്സിലാവും, ഫീൽ ചെയ്തു. കൈവിട്ട് പോയോ റിയൽ ആയിട്ട് അശോകൻ ചേട്ടൻ ഒരു നിഷ്കളങ്ക ചിരിയുണ്ട്. നിഷ്കളങ്കനോ? പുള്ളിയോ? ഞാൻ നിഷ്കളങ്കല്ലേ? ഞങ്ങള് കുറച്ച് എക്സ്ട്രാ നിഷ്കളങ്ക. നിഷ്കളങ്ക ശരിക്കുള്ള നിഷ്കളങ്ക ഇവരാണ്. പക്ഷെ ശരിക്കുള്ള നിഷ്കളങ്ക അവരല്ല, ഇവരാണ്. അതായത് പ്രേക്ഷകരെ കഥ എന്താണെന്ന് വെച്ചാൽ അവിടെ കൊണ്ട് നിർത്തിക്കുക. ഞങ്ങളൊക്കെ കറക്റ്റാ. വർഷങ്ങളായിട്ട് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. എല്ലാ വർഷവും തോക്കുന്ന ഒരു ക്യാരക്ടറാണ്. ബുദ്ധി ഉപയോഗിച്ചാലല്ലേ ഇനി ജയിക്കാൻ പറ്റുള്ളൂ. എല്ലാ തവണ ഇങ്ങനെ തോറ്റാൽ മതിയോ? അല്ല, ബുദ്ധി ഉപയോഗിച്ചാൽ ഞാൻ തോക്കുന്നു. അതിനും വേണം ഒരു കഴിവ്. തോക്കുന്നവർ വേറെ ബുദ്ധി വരിക. ബുദ്ധി ഇലക്ഷൻ മത്സരിക്കാൻ പ്രത്യേകിച്ച് അതെ അതെ, പഠിപ്പല്ല ബുദ്ധി കുറവാണ്. ഈ കുറുക്കൻ അമ്മാവന്റെ കൂടെ നടന്ന് ഈ കൊച്ചിനെ വഷളാക്കുക എന്നൊരു ധാരണമുണ്ട്. ശരിയാണോ? സത്യം. എല്ലാം കൈ ചൂണ്ടുന്നത് ചേട്ടനിലേക്കാണ്. തിരക്കഥാകൃത്ത് ഒളിവില്ല. അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പുള്ളി മുങ്ങിക്കളഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞ് ഇറങ്ങി നിൽക്കുന്നവരാണ്. നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം അർപ്പിച്ചവരുമല്ലേ. ഞാൻ ചോദിക്കാൻ വന്ന ശരിക്കും എല്ലാവർക്കും വന്ന അതിനാണോ അതോ ശ്രീകുട്ടനോടുള്ള സന്ധ്യ ആലോചിക്കും ഇതായിരുന്നു കഥ. സോമന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? അത് ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് പറയണത് കോമഡി ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കോമഡി ആയിട്ട് ചെയ്തിട്ടില്ല. ആകാശപ്പറമ്പിന്റെയും പാതാളക്കുഴിയുടെയും നടുക്ക് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമം പേരല്ലൂർ. അവിടെ എന്തൊക്കെയോ മത്സരങ്ങൾ നടക്കുന്നുണ്ട്, എലക്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ പറയാനായിട്ട് അതിന്റെ ടീം എന്റെ കൂടെ ഉണ്ട്. സ്വാഗതം. താങ്ക് യു. എല്ലാവർക്കും സ്വാഗതം. സാധാരണ പ്രീമിയർ ലീഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഗെയിമിനൊക്കെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഒരു എലക്ഷൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. എന്താണ് ആ ഒരു പേരും ഈ ഒരു കഥയും തമ്മിലുള്ള ആ ഒരു ബന്ധം? എന്താണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. തിരക്കഥാകൃത്ത് എവിടെ? തിരക്കഥാകൃത്താണ്. തിരക്കഥാകൃത്ത് ഒളിവിലാണ്. അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പുള്ളി മുങ്ങിക്കളഞ്ഞാണ്. ഇത് കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ഇലക്ഷൻ പാരമ്പര്യമുണ്ട് അവിടെ. എന്നുവെച്ചാൽ എല്ലാ വർഷവും പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന, കുറെ വർഷങ്ങളായിട്ട് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ. അയാളുടെ എതിരാളിയാണ്. എല്ലാ വർഷവും തോക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതെ, എന്നെ നോക്കിയേ, പുള്ളി പോയിട്ടില്ല. പക്ഷെ ഭയങ്കര കോൺഫിഡന്റ് ആണ്. ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് അത് പറയുന്നത്. അല്ല, സത്യത്തിൽ ആ തോക്കാനും വേണം ഒരു ചങ്കൂറ്റം അത് സത്യം അല്ലേ? അതിനൊരു മര്യാദയും ചങ്കൂറ്റവും ആത്മവിശ്വാസമൊക്കെ വേണം. അടുത്ത വർഷവും ജയിക്കും ജയിക്കും എന്ന് പറഞ്ഞ മത്സരത്തിൽ നിൽക്കുന്നത് ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്നവർ സോമനെ സോമൻ. സത്യം, ആൾക്കാർ ഇനി അത് ഇതാക്കൂട്ടോ, ബി ലൈക്ക് സോമൻ. കറക്റ്റ് ആണ്. പക്ഷെ എങ്ങനെ ഇത്തവണ ഇലക്ഷൻ നിൽക്കാതെ വേറൊരാളെ നിർത്താമെന്നുള്ള ഒരു തോന്നൽ എങ്ങനെ ഉണ്ടായി? അതൊക്കെ പറഞ്ഞോ? അല്ല, ഞാൻ ട്രെയിലർ കണ്ടിട്ട് അത് ശരി, എന്റെ മരുമകളാണ്. അതുകൊണ്ടായിരിക്കാൻ വഴിയില്ല എന്തായാലും. അല്ല, അഴിമതിയോ അങ്ങനെ എന്തെങ്കിലും? അഴിമതിയൊന്നുമില്ല. ഇയാള് സത്യസന്ധനായ ഒരു, വളരെ സത്യസന്ധനായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് ആ ട്രെയിലർ ചെയ്യുന്ന ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മനസ്സിലാവും. ആ ട്രെയിലർ ചെയ്ത് ഒരു എന്തോ ഒരു പ്രശ്നം ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. കൈവിട്ട് പോയോ നമുക്കും. പക്ഷെ ഇത് ഇലക്ഷന്റെ കഥ മാത്രമല്ല, അതിനോട് സ്റ്റോറി ഉണ്ട്. ഒരു എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ ഫാമിലി ഉണ്ട്, എന്റെ ഭാര്യയുണ്ട്, പിന്നെ എന്റെ മരുമകളാണ്. ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ പറയുന്നത്. ഇലക്ഷന് നിർത്താൻ വേണ്ടി മരുമകളെ പെരളൂർക്ക് കൊണ്ടുവന്നാണോ? മരുമകൾ ഓൾറെഡി പഠിക്കുന്നതൊക്കെ ഇവിടെ. എന്റെ അച്ഛനില്ല, അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അച്ഛനില്ലാത്ത കൊണ്ട് ആ കുട്ടിയോട് പ്രത്യേക ഇഷ്ടം ഉണ്ടാവൂല. പിന്നേക്ക് വേറെ വല്ലാത്തൊരു സ്നേഹമായി പോയി. അല്ല, അത് അയാൾക്ക് അങ്ങനെയല്ല. അയാള് പ്രസിഡന്റ് എന്നുള്ള രീതി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ കൗശലമാണ്. അതിൽ പെട്ടുപോകുന്ന, അല്ലാതെ അയാൾ മനഃപൂർവ്വം ഇവിടെ മോശക്കാരിയാകാൻ വേണ്ടൊന്നുമല്ല. പക്ഷെ താല്പര്യമില്ലാണോ ഇലക്ഷൻ നിൽക്കുന്നത്? ആ ഒരു മുഖഭാവത്തിൽ നിന്നൊക്കെ. അതെ അതെ അതെ, കോഴി നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണല്ലോ. അതെ, എനിക്ക് താല്പര്യമില്ല. എനിക്ക് രാഷ്ട്രീയപരമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ അറിവുള്ള ഒരാളൊന്നും അല്ല. മാളവിക എന്ന് പറയുന്ന ക്യാരക്ടർ നിർബന്ധിച്ച് ചേർക്കുക. എനിക്കങ്ങനെ പറഞ്ഞ്
ഇവിടെ ട്രെയിലർ ഡീകോഡ് ചെയ്ത് കഥ ഡീകോഡ് ചെയ്തെടുക്കുകയാണ് മറ്റേ. ഞാൻ പറഞ്ഞത് അതല്ല അതാ ഉദ്ദേശിച്ചത്. കഥയാണ് ഉദ്ദേശിച്ചത്. അല്ല അതിനാണല്ലോ എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയേക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഇരിച്ചിരിക്കണത് പ്രമോഷനാണ് ഇരിച്ചിരിക്കണത്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ ഇതിലിപ്പോ ഏതാ കുറുക്കെന്ന് എനിക്ക് സംശയം. അതെ അതെ ഇതാണോ എന്നാണ് കഥാപാത്രത്തിനെ പറ്റിയിട്ട് പ്രമോഷൻ തന്നെയാണ് കഥാപാത്രത്തിന്. മാളവിക എന്ന് പറയുന്ന ക്യാരക്ടർ അത് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെയുള്ള ഒരാളല്ല. പഠിക്കുക, ജോലി കിട്ടുക, അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ള ഒക്കെ ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയും പേരിലൂര് വരേണ്ടി വരുന്ന ഒരു അവസ്ഥ വരികയും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടി വരികയും ഈ പറയുന്ന ചുറ്റുപാടുമത്തിൽ ഒരു അങ്കലാപ്പൊക്കെ ഉണ്ടാകുന്ന ഒരു ഇത്രയും പെൺകുട്ടിയാണ്. കാര്യം അറിയാവുന്നതാണ് എനിക്ക് പ്രേമമുണ്ട്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ശരിക്കും പേരിലൂർക്ക് വന്ന അതിനാണോ അതോ ശ്രീകുട്ടനോടുള്ള പേരിലൂർക്ക് വന്നതിന് പല പല തന്നെ അല്ലെ കീർത്തനായിരുന്നല്ലേ കഥ സണ്ണി ആരോഗ്യം ഇതായിരുന്നു കഥ ഇല്ലേ? ഇപ്പഴല്ലേ എനിക്കും ട്രെയിലർ അനുസരിച്ചാ എല്ലാം നമുക്കും ഓരോ ശരിയാണല്ലോ നമ്മൾ ഇതിനാണല്ലോ വന്നതെന്നൊക്കെ എനിക്ക് ഇപ്പഴാണ് കിട്ടുന്നത്. കറക്റ്റ്, വളരെ ശരിയാ. പക്ഷെ എന്താ മാളവികനെ തന്നെ കെട്ടുന്നു പറഞ്ഞിട്ട് ഇഷ്ടല്ലാന്ന് പറഞ്ഞേ? അല്ല, മാളവികനെ തന്നെ ഞാൻ കെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഇഷ്ടല്ലാന്ന് പറഞ്ഞേ? അങ്ങനെ പറയുന്നുണ്ടോ? അതും ട്രെയിലറിൽ പറയും. പറയുന്നുണ്ടോ? ആളുകൾ കിട്ടുന്നു. ആ മാളവികനെ കെട്ടു. പിന്നെ 3-4 പേര് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. അല്ല, ഇവിടെ ഇലക്ഷൻ പ്രചരണം നടക്കുന്നുണ്ട്, കുറെ കാര്യം ഒരു കാര്യം പറഞ്ഞു, ഒരു ബ്രേക്ക് എടുക്കട്ടെ അമ്മേന്ന്. അത് പറയുന്നുണ്ട്. അതാ ഞാൻ ചോദിക്കണേ. എന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ ഇലക്ഷൻ പ്രചരണവും ബാക്കി കാര്യങ്ങളും നടക്കുമ്പോ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് പെണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാള്. അത് ഞാൻ പറയുന്നത് സോമന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ വല്ലതും ഉണ്ടോ? അങ്ങനെ അല്ല, അത് പറഞ്ഞപ്പോ അങ്ങനെ അത് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. സുപ്രേറ്റ് പറയണത്. അല്ല, ഇത് എന്റെ ഒപ്പം എന്താണെന്നറിയോ, എന്താണ് അങ്ങനെ പറഞ്ഞില്ലേ, ഈ കുറുക്കൻ അമ്മാവന്റെ കൂടെ നടന്ന് ഈ കൊച്ചിനെ വഷളാക്കുക എന്നൊരു ധാരണമുണ്ട്. ശരിയാണോ? സത്യം. എല്ലാം കൈ ചൂണ്ടുന്നത് ചേട്ടനിലേക്കാണ്. എല്ലാവർക്കും പറയാം, എല്ലാരും ഹീറോ ആണ്. ഞാൻ ഹീറോ ആണ്, ഇതേ ഇരിക്കുന്നു ഹീറോ, യഥാർത്ഥ ഹീറോ. ഇതാണ് ഹീറോ ശരിക്കും പറഞ്ഞ. കഥ കൊണ്ടുപോകുന്ന കുട്ടിയാ. കഥ കൊണ്ടുപോകുന്ന കഥാനായകൻ എന്ന് പറയുന്നത്, കഥാനായകനോ നായിക എന്തോ ആയിട്ടെ, കഥ ആദ്യമധ്യം എന്നുള്ള കഥയിൽ അത് നയിക്കുന്ന ആളാണ് നായകൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനാണെങ്കിൽ മാളവികയുടെ കഥയാണ്. ഞങ്ങൾ 4 പേരാണെങ്കിലും മറ്റേതിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിൽ അവരൊക്കെ അവരുടെ ലൈഫിൽ ചെയ്തിരിക്കുന്ന ഒരു വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ്. എനിക്കും തോന്നുന്നില്ല ഇതിനു മുന്നേ ഇങ്ങനെ ഒരു ഇത്രയും കോമഡി സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ സണ്ണി ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ഭയങ്കര വ്യത്യാസമായിട്ട് ഒരു ഒരു ക്യാരക്ടറുള്ള ക്യാരക്ടേഴ്സ് അല്ലേ? അല്ല, ആരും കോമഡി ആയിട്ട് ആരും ചെയ്യുന്നില്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്തത് ഞങ്ങൾക്ക് തമാശയായി പോകുന്നതാണ്. അതാ ഞാൻ ചെയ്യുന്ന ഇലക്ഷൻ ഇപ്പുറത്തൂടെ നോക്കുമ്പോ ഇലക്ഷൻ മാത്രമല്ല, ബാക്കി കാര്യങ്ങൾ നടക്കുമ്പോഴും എനിക്കും ചെറിയൊരു പങ്കൊക്കെ ഉണ്ട്. ഉണ്ട്. പക്ഷെ എത്ര പെണ്ണ് കണ്ടു അതിന്റെ അകത്ത്? ഒരു 3-4 നമ്മളെ ഇതിനകത്ത് പറയുന്നത് ട്രെയിലറിൽ തന്നെ പറയണ്ടത് കുറെ പേര് ഇങ്ങനെ റൈറ്റർ എന്ന് പറഞ്ഞ പ്രകാരം ഏകദേശം ഒരു 10 എണ്ണൊക്കെ കണ്ടു. അപ്പൊ ശരിക്കും ഒരു ബ്രേക്കിന്റെ ആവശ്യമുണ്ട്. അതെ. കൊറേ ആയല്ലോ. അപ്പൊ ഇതിനകത്തുള്ള ഇപ്പൊ കുറച്ച് ഗ്യാപ്പിന് ശേഷം ചേട്ടൻ ചെയ്യുന്ന ഒരു നല്ലൊരു ഹ്യൂമർ ക്യാരക്ടർ ആണ്. ഇത് കണ്ട ഭയങ്കര ഒരു സൗമ്യം മാത്രല്ല, ചേട്ടന്റെ ക്യാരക്ടർ ഭയങ്കര ഒരു നിഷ്കളങ്കനായിട്ട് ഫീൽ ചെയ്തു. ആ ഒരു സംസാരമാണെങ്കിൽ ഞാൻ നിഷ്കളങ്കല്ലേ, ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ നിഷ്കളങ്ക. ഞങ്ങള് പറഞ്ഞു ഇവളാണ് ഏറ്റവും നിഷ്കളങ്ക ആണെന്നോ? അതെ, അതൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞ സീരീസ് കണ്ടതിന് ശേഷം ഞങ്ങൾ പറയുന്നതായിരിക്കും ആരാണ് ശരിക്കുള്ള നിഷ്കളങ്ക എന്നുള്ളത്. എന്താണെങ്കിലും ഇതൊരു എന്റെ പേടി നീ ഇപ്പൊ ഇരുന്നത് പറയുന്നുള്ളതാണ്. ഇപ്പൊ വളരുന്നത് പറയുന്നുള്ളതാണ് എന്റെ പേടി. ഇല്ല, ശരിക്കുള്ള നിഷ്കളങ്ക ഇവരാണ്. പക്ഷെ ശരിക്കുള്ള നിഷ്കളങ്ക അവരല്ല, ഇവരാണ്. അതായത് പ്രേക്ഷകരെ കഥ എന്താണെന്ന് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങള് ഈ 2 രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നവരാണ്. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ഇത്രയും നിഷ്കളങ്കനും പാവവും ആവാൻ പാടുണ്ടോ? നമ്മുടെ ഇവിടുത്തെ എല്ലാ നിഷ്കളങ്കരല്ലേ ഇപ്പൊ ഉള്ളവരൊക്കെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നവരൊക്കെ നിഷ്കളങ്കരും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ജീവിതം അർപ്പിച്ചവരല്ലേ. അപ്പൊ എന്തായാലും കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിച്ചാലല്ലേ ഇനി ജയിക്കാൻ പറ്റുള്ളൂ. എല്ലാ തവണ ഇങ്ങനെ തോറ്റാൽ മതിയോ? അല്ല, ബുദ്ധി ഉപയോഗിച്ചാണ് ഞാൻ തോക്കുന്നത്. അതിനും വേണം ഒരു കഴിവ്. അതുകൊണ്ട് വേണ്ടേ തോക്കുന്നവർ വേറെ ബുദ്ധി വരിക. ബുദ്ധി ബുദ്ധി
പേരിൽ ഒരു കുറച്ച് വേറെ ഡയറക്ഷനിൽ ചിന്തിക്കുന്ന ആൾക്കാർ. ചിന്തിക്കുന്ന ആൾക്കാർ. അതെ, അത് ട്രെയിലറിൽ പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരു അരപ്പേര് പോയി കിടക്കുകയാണെന്നുള്ളത്. ഇപ്പൊ ഈ ചേട്ടൻ ഇതിന് മുന്നേ ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട് ഒരു വേറെ സീരീസും മാസ്റ്റർ പീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറും ഇതുമായിട്ട് രണ്ടും കുറച്ചൊരു ഹ്യൂമർ ടച്ച് കുറച്ചൊക്കെ ഉണ്ട്. എന്നാലും അതും ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം പറയാനാണെങ്കിൽ മേജർ ഡിഫറൻസസ് എന്തൊക്കെയായിരിക്കും? അല്ല, രണ്ട് ടൈപ്പ് ക്യാരക്ടറാണ്. അതിനകത്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറൊരു ഈ ഒരു വളരെ പൊങ്കനായിട്ടുള്ള അഹങ്കാരിയും അല്പനും അതേസമയം ഒരു മണ്ട വിഡ്ഢിയും അഹങ്കാരവും അത് ഇതിനകത്ത് അഹങ്കാരമൊന്നുമില്ല. പക്ഷെ വിഡ്ഢിയാണ്. വിഡ്ഢിയാണ് ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ഉണ്ട്, വിഡ്ഢിയാകുക. ദുഷ്കളങ്കത്വം ഉണ്ട്, എന്നാൽ ആ ഒരു വിൽ പവർ ഉണ്ട്. ബേസിക്കലി ഒരു പാവമാണ്. അങ്ങനെയൊക്കെ കൊണ്ടുള്ള സംഭവമാണ്. ദുഷ്ടന്റെ ഫലം ചെയ്യുന്നതാണ് പറയണേ. എവിടെയെങ്കിലും അങ്ങനെയാകാം. അല്ല, അയാൾ കോൺഫിഡന്റ് ആണ്. എവിടെയെങ്കിലൊക്കെ നമ്മളൊരു ട്വിസ്റ്റ് അപ്പൊ പ്രതീക്ഷിക്കും. വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല, മനസ്സിലായില്ലേ? അവിടെ എന്തോ പറഞ്ഞു. ഞങ്ങളോ കേൾക്കട്ടെ. വിദ്യയല്ല, ആൾക്കാരെ അല്ല, വിദ്യയല്ല, അല്ല, ഒരു പാവമാണ്. അതായത് നമ്മളൊരാളെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുമ്പോൾ അവരാൾ പറ്റിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരാളാണ്. അങ്ങനെ വിദ്യയല്ല. ഈ ഒരു സിനിമയില് എലക്ഷൻ അല്ലെങ്കിൽ ബാക്കി ഇതൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ കുറച്ചൊരു പ്രായമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ കുറച്ച് അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഭയങ്കര യങ് യൂത്ത്, ഭയങ്കര ചുള്ളൻ ലുക്കാണ്. അടുത്ത യൂത്ത് ചെയ്യുന്നുണ്ട്. പ്രണയമൊക്കെ കളിയാക്കിയത് അത് ചെയ്യേണ്ട കാര്യം ഇതുപോലെ ആണല്ലോ. ഭയങ്കര യങ് ആയിട്ടുള്ള അതാണ്. എങ്ങനല്ലേ എപ്പോഴും. പക്ഷെ എന്നാലും അടുപ്പിച്ച് രണ്ട് പ്രായമുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ ഈ പ്രായമുള്ള ക്യാരക്ടർ ഇങ്ങനെ കൺസീവ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴെങ്കിലും എൻ പിള്ള സാറിന്റെ ആ ഒരു ഇതൊക്കെ എന്തെങ്കിലും മാനറിസംസ് ഒക്കെ വരാറുണ്ടോ? ഞാൻ അറിഞ്ഞുകൊണ്ട് വരാറില്ല. പിന്നെ മകനായോണ്ട് വരുമല്ലോ, അതിൻ്റെതായ ചില ട്രേസസ് ഒക്കെ ഉണ്ട്. എനിക്കറിയാം. അത് ഞാൻ ഈ പ്രായമുള്ള ക്യാരക്ടറല്ല, ചെറുപ്പമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴും എനിക്കറിയാം പലപ്പോഴും അച്ഛൻ്റെ ഒരു ചില ഇത് വരുന്നുണ്ടെന്ന് അറിയാം. അത് ഞാൻ ഡബ് ചെയ്യാൻ പോകുമ്പോൾ കാണുമ്പോഴാണ് വീണ്ടും റിപ്പീറ്റ് കാണുമ്പോൾ എനിക്ക് ചില ടേണിങ്ങിലോ ചില പ്രയോഗങ്ങളിലൊക്കെ തോന്നും. അത് പിന്നെ അച്ഛൻ്റെ മകനല്ലേ, അത് വരണമല്ലോ. അല്ലാതെ ഞാൻ ഒരിക്കലും അച്ഛനല്ല, ഞാൻ ആരെയും അനുകരിക്കില്ല. അത് കാരണവശാൽ അനുകരിക്കരുതേ, അനുകരണം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അല്ല, പക്ഷെ എൻ പിള്ള സാറിന് എന്തെങ്കിലുമൊക്കെ ട്രേസസ് വന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. ഉണ്ടാവും, പിന്നെ അതുണ്ടാവും. പക്ഷെ ഇനി വേറെ ആരുടെയും വരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഒരു നടന്റെ ഞാൻ അതുകൊണ്ട് അധികം സിനിമകൾ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പണ്ടൊന്നും ഞാൻ അധികം സിനിമകൾ കണ്ടില്ല. ഒരു കാലത്തെ മനക്ക് സിനിമ കണ്ട് ഈ ധർമ്മേന്ദ്രയുടെയും അമിതാഭ് ബച്ചൻ്റെ സിനിമ കണ്ട് വീട്ടിൽ തിരിച്ചു വരുന്ന വഴിക്ക് കാർ ഓടിക്കുമ്പം നമ്മുടെ മനസ്സിൽ ധർമ്മേന്ദ്രനാണ്, അമിതാഭ് ബച്ചനാവും. വീട്ടിൽ വരെ വരുന്ന ആ സമയമേ. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളറിയാതെ നമുക്ക് എവിടേക്കും കമലഹാസനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു കോലമൊക്കെ വന്ന സമയം. ഞാൻ നാടകം മാത്രമാണ്. ഏതോ ഒരു നാടകത്തിൽ ഞാൻ റഷ്യയിലൊക്കെ പഠിച്ചിട്ട് വരുന്നൊരു എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞ് വരുന്ന ഒരു സമ്പന്നനായ അച്ഛൻ്റെ മകനായിട്ടാണ്. ശ്രീവൻ അവിടെ പോയി കമ്മ്യൂണിസവും ഒക്കെയാണ് ഇവൻ്റെ തലയിൽ കയറിയിരിക്കുന്നത്. ഇയാളാണെങ്കിൽ ഭയങ്കര ഫ്രോഡാണ്. ഇവിടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പുള്ളി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിസം ഒക്കെ ഉള്ളു. ഇവിടെ നല്ല ഉറച്ച റഷ്യയിൽ പഠിച്ചത് മതിയല്ലേ. അങ്ങനത്തെ ക്യാരക്ടർ അഭിനയിക്കാൻ നേരത്ത് അച്ഛൻ എങ്ങനെ വെച്ചാൽ ഡയലോഗ് പഠിപ്പിക്കാൻ, ഡയലോഗ് പഠിക്കുന്നത്, ഡയലോഗ് നിങ്ങൾ ക്യാരക്ടറായിട്ട് പോകും. എന്നിട്ട് ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരും. നമ്മൾ വന്നിട്ട് ഡയലോഗ് ഒന്നും വേണ്ട, അതൊക്കെ പിന്നെ പിടിച്ചാൽ മതി. ഞാൻ അത് ക്യാരക്ടറായിട്ട് പോകും. അങ്ങനത്തെ ഒരു രീതിയിലാണ് പുള്ളിയുടെ. അപ്പം ഞാൻ മുണ്ടൊക്കെ കൊടുത്തതാണ്. അപ്പം പാൻറ്റൊക്കെ ഇട്ടാണ് കഥാപാത്രം വേണ്ടത്. ഞാൻ പാൻറ്റൊക്കെ ഇട്ടു. ഞാൻ മോളിപ്പോൾ പാൻറ്റൊക്കെ ഇട്ടു തോന്നു. പിന്നെ ഒരു ദിവസം 2 ദിവസം പിന്നെ പറ്റുക വേറെ ആൾക്കെടുക്കാം, വേറെ ആൾക്കാരെടുത്തു. പിന്നെ എന്നെ പറയാം, ഇതാണ് മക്കളെ ഇങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം 2 ഡയലോഗ് പഠിച്ച് ഞാൻ വന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഒന്നും ഉണ്ടായിരുന്നു. കുറച്ച് ഞങ്ങളുടെ കുഞ്ഞേ, നീ കമലഹാസനാവണ്ട. കമലഹാസനായില്ലല്ലോ. അല്ല വേണ്ട കമലഹാസൻ നീ ആ ജോൺസൺ എന്നുള്ള ക്യാരക്ടർ അയച്ചാൽ മതി. കമലഹാസൻ ഒന്നും വേണം. ഞാൻ കമലഹാസനായിരുന്നു. എനിക്ക് പിണക്കോ സങ്കടമൊക്കെ വന്നു. ഞാൻ എൻ്റെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഉള്ളിലുണ്ടായത് അച്ഛനെ പെട്ടെന്ന് പിടികിട്ടി. എന്നുവെച്ചാൽ ഈ ബാക്കിലോട്ടുള്ള മൂവ്മെന്റ് അങ്ങനത്തെ എന്തോ സാധനം വന്നിട്ടുണ്ട്, കയറി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അന്ധമായിട്ട് ഒരാളെ അങ്ങോട്ട് അനുകരിക്കല്ല, ഇഷ്ടപ്പെട്ടാലും നമ്മൾ അറിയാതെ ഇഷ്ടപ്പെടാൻ അറിയാതെ നമ്മളെ സ്വാധീനിക്കും. അതുകൊണ്ട് ഞാൻ അതിൽ പിന്നെ സിനിമ കാഴ്ച തന്നെ കുറഞ്ഞു. അങ്ങനെ ഒന്നും അറിയാതെ നമ്മളിലെ അത് വിത്ത് വിഷ്വൽ നമ്മൾ കാണുകയല്ലേ, നമ്മളെ പ്രായവും. അതുകൊണ്ട് ഞാൻ അന്ന് ഈ പരിപാടി നിർത്തിയതാണ്. എല്ലാവരും എനിക്ക് ഇഷ്ടമുള്ള ഒരുപാട് നടന്മാരുണ്ട്, പക്ഷെ ഞാൻ ആരുടെയും വലിയ അങ്ങോട്ട് കട്ട ഫാനാകാറില്ല.
അതാണ് എൻ്റെ ഒരു സത്യമായ കാര്യം. ഈ 3 പേരുടെയും കഥാപാത്രങ്ങൾ പറഞ്ഞു, നമ്മൾ എവിടെ നിന്നും ഒന്ന് ഡൈവേർട്ട് ആയി പോയി. ഈ പെണ്ണ് കാണൽ മാത്രമേ ഹൈലൈറ്റ് ചെയ്തുള്ളൂ, ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞില്ല. പേരല്ലൂരിലെ എല്ലാവരും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഒരു ഇച്ചിരി നന്മയൊക്കെയുള്ള കുറെ വിഡ്ഢിത്തരങ്ങളൊക്കെ കാണിക്കണ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ നൈർമല്യമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഗ്രാമത്തിന്റെ കഥ പറയും. ഇത് ഒരുപാട് ക്യാരക്ടേഴ്സ്, 125 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ ഡബ് എല്ലാരും അവിടെ തന്നെ പഠിച്ച് വളർന്നിട്ടുള്ള ആൾക്കാരെ പേരല്ലൂർ സ്കൂളിൽ തന്നെ അങ്ങനത്തെ ഒരു സമൂഹമാണ്. അപ്പൊ അവർക്കൊക്കെ എല്ലാവർക്കും ഒരു പ്രത്യേക സ്വഭാവങ്ങളും അങ്ങനെ ഭയങ്കര. ആ ഗ്രാമമാണ് നിങ്ങളുടെ ഒരു ലോകം എന്ന് അതെ പറയുന്നത്. അതെ അതെ. ലവ് ലെറ്റർ കാർഡൊക്കെ കൊടുക്കുന്നത് പഴയ ഇഷ്ടമുണ്ടെന്ന് പറയണൊക്കെ നമ്മൾ കണ്ടപ്പോൾ ആ സ്കൂൾ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. ആ സ്കൂളിന്റെ സീൻ ചെറുതാണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു ഗ്രാമത്തിൽ നിങ്ങളുടെ ലോകം കംപ്ലീറ്റ് ചെയ്യില്ല ഗ്രാമമാണ്. പേരല്ലൂർ തന്നെയാണ്. ഒരു ബസ് ഇടിക്കുന്നതും എല്ലാ സംഭവങ്ങളും ആ ഗ്രാമത്തിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരു ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ആ ട്രെയിലറിൽ ടൈലൻഡിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ബുദ്ധിയില്ല, എലക്ഷൻ ഈ ഒരു കണക്ഷൻ ഞങ്ങൾക്കെല്ലാം കിട്ടുന്നില്ല നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ആയിട്ട്. അപ്പൊ പലരും പല ജോണറിൽ നിൽക്കുന്ന നിങ്ങൾ കാണുമത്, നിങ്ങൾ കാണണത് കിട്ടാതിരിക്കുന്നതാണല്ലോ നിങ്ങളത് കാണിക്കാൻ. കഴിവൊന്നും വേണ്ട. ഒരു കഴിവും വേണ്ട, ഒരു വിദ്യാഭ്യാസ കഴിവൊന്നും വേണ്ട. അവിടുത്തെ ഇലക്ഷൻ മത്സരിക്കാൻ പ്രത്യേകിച്ച് കഴിവ് വിദ്യാഭ്യാസം വേണ്ടല്ലോ, കഴിവും പ്രത്യേകിച്ചൊന്നും വേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസം ആ അതെ അതെ ആ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം എനിക്ക് അവിടെ പേരല്ലൂര്. BSc MSc. അല്ല റിസർച്ചിന് പോവാ. അല്ല പക്ഷെ പറയുന്നുണ്ട് BSc MSc എന്നുള്ള മാളവിക BSc MSc. പക്ഷെ അന്നേരാണ്. പക്ഷെ ഇത്രയും പഠിപ്പുള്ള ഒരാള് ഈ ഒരാള് മാത്രമേ അവിടെയുള്ളൂ. ഇപ്പൊ അശോകൻ പക്ഷെ പഠിപ്പുണ്ടെന്നുള്ള ബുദ്ധി കുറവാ. അല്ല അല്ലെങ്കിൽ പേരല്ലൂർ ഇങ്ങനെ പക്ഷെ അമ്മാവിന്റെ ഒറ്റ നിർബന്ധിച്ച് അമ്മാവിന് വേണ്ടി എന്റെ ജീവിതം മാറ്റി വെച്ചതാണ്. ആ സ്നേഹം കാണാതെ പോകരുത് സത്യമായിട്ടും. പിന്നെ അശോകൻ ചേട്ടൻ അല്ലാതെ നിങ്ങൾ 3 പേരുടെയും ആദ്യമായിട്ടാണ് ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നത്. മൂവി പോലെ തന്നെയാണ്, എന്നാലും ഒരു വെബ് സീരീസ് എന്ന് പറയുമ്പോൾ ഒരു ആൾക്കാർക്ക് ഇപ്പോൾ കുറേയൊക്കെ മലയാളികളൊക്കെ ആണെങ്കിലും ഇപ്പം വെബ് സീരീസ് ഇപ്പൊ ഭയങ്കരമായിട്ട് പരിചയമായിട്ട് വരുന്ന ഒരു സമയമാണ്. സോ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒരു 1% പോലും വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് ഒന്നും തോന്നില്ല. പിന്നെ ഈ ഇതിന്റെ കഥ, അതായത് ഇങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ തന്നെ ഞാൻ ചോദിച്ചു എന്താണ് സിനിമയാക്കാൻ എന്താന്ന് ചോദിച്ചപ്പോൾ അത് സിനിമയാക്കാൻ പറ്റില്ല, കുറച്ചും കൂടി ഒരു വലിയൊരു കഥയാണ്. അതെല്ലാം ഒരു ദേശത്തിന്റെ കഥ പറയുന്നതാണ്. അപ്പൊ ആ ദേശത്തിന്റെ കഥയ്ക്ക് കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ അത് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാരിലേക്ക് എത്തുകയില്ല. അതങ്ങനെ അപ്പൊ അങ്ങനെ പറയേണ്ട ഒരു കഥയെന്ന് പറഞ്ഞാൽ ഈ വെബ് സീരീസ് ആ വിഭാഗത്തിൽ പെടുത്തുന്നത് വീട്ടിലൊക്കെ ഇരുന്ന് ആൾക്കാർ കാണാൻ പറ്റുന്ന. ഇപ്പൊ തിയേറ്ററിൽ ഒരു കുറച്ചും കൂടി ഒരു വിഷ്വലും കാര്യങ്ങളും ഒക്കെ വേണ്ട കഥകളായിരിക്കും തിയേറ്ററിൽ. തിയേറ്ററിൽ എന്ന സിനിമകൾക്ക് പറ്റുന്ന കഥകൾ വേറെയും. ഇതിന് അങ്ങനെ തന്നെയാണ് ദീപുവിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അങ്ങനെ ഒരു കാഴ്ചപ്പാട് വളരെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നണം. ഇപ്പൊ ഇത് നല്ലൊരു ഒഴുക്കുണ്ട്. നമുക്കൊരു പറഞ്ഞ എപ്പിസോഡുകളായിട്ട് 7 എപ്പിസോഡ് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊരു എപ്പിസോഡിൽ നിന്ന് ഞങ്ങൾക്ക് എവിടെയാ എപ്പിസോഡ് കട്ട് ചെയ്യുന്ന ആർക്കും അറിയില്ല. അറിയാം? ആർക്കും അറിയില്ല. നമുക്ക് ആ നല്ല ഫ്ലോയിൽ എങ്ങനെ ഒരു സീൻ കഴിഞ്ഞാൽ അടുത്ത സീനിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഒരു സിനിമ അഭിനയിച്ചത് തന്നെ ഉള്ളൂ. സിനിമ തന്നെയാണ്, നമുക്ക് അങ്ങനെ അതൊരു വ്യത്യാസമില്ല. പക്ഷെ ഈ പറഞ്ഞ വീടുകളിരുന്നേ എല്ലാരും കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു അങ്ങനെയുള്ളൊരു സാധനം തന്നെ. ഭയങ്കര ടെൻഷൻ ഒന്നും തരാത്ത റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന പോലത്തെ നമുക്കൊരു വീട് സമാധാനമായിട്ട് ജീവിക്കാനല്ലേ. ആ ടെൻഷൻ കൊടുത്തു ഫൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ചിന്തുന്നതും അങ്ങനെയൊന്നുമില്ല. കുറച്ച് ഈസി ആയിട്ട് കാണുന്ന സിനിമകൾ എല്ലാവർക്കും ഭയങ്കര അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. അല്ല അതാണല്ലോ നമുക്ക് വീട്ടിലും കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കാണുന്നല്ലോ. പക്ഷെ എന്തായാലും ഒരു എപ്പിസോഡ് കണ്ട് പിന്നെ നാളെ കാണാമെന്ന് വിചാരിക്കുകയല്ല. ഒരു എപ്പിസോഡ് മറ്റേതും കൂടെ കാണാം, എന്നാ അത് കഴിഞ്ഞ് അതും കൂടെ കാണാം, അങ്ങനെയൊക്കെ വിചാരിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ ഇതിനെ പറ്റി. കോമഡി ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കോമഡി ആയിട്ട് ചെയ്തിട്ടില്ല. കോമഡി ആയിട്ട് ചെയ്യുന്നില്ല. ആരും കോമഡി ചെയ്യുന്നില്ല. കോമഡിക്ക് വേണ്ടിയൊന്നും ആരും ചെയ്തിട്ടില്ല. കോമഡിക്ക് വേണ്ടിയിട്ട് കോമഡി ചെയ്യുന്നില്ല. സിറ്റുവേഷൻ ആണ് ഇതിനകത്ത് കോമഡി എന്ന് പറയുന്നത്. നമ്മളെ ഇപ്പൊ എന്റെ ക്യാരക്ടറിന് തീരെ ഇല്ല, എന്റെ ക്യാരക്ടറിന് കോമഡി ഡയലോഗ്സ് പോലും ഇല്ല. പക്ഷെ എന്റെ സിറ്റുവേഷനും ഞാൻ ഇതിനകത്ത് പെട്ടുപോകുന്ന അവസ്ഥകളുമാണ് ആൾക്കാർക്ക് ചിരി വരുത്തുന്ന ഒരു കുറുക്കൻ പഞ്ചായത്ത് പ്രസിഡന്റ്
അയാളുടെ ചില കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണുമ്പോ ഇപ്പൊ ചിരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമ്മള് കോമഡിയിലല്ലേ കാണിച്ചത്, കാര്യമായിട്ട് പറഞ്ഞല്ലേ ചിരി വരുമല്ലോ. ആ ക്യാരക്ടർ മനസ്സിൽ വന്നതാ അല്ലേ? അതുകൊണ്ടാ അവരിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് വിളിച്ചത്. പുള്ളി തോറ്റിട്ടൊക്കെ പോക്കുണ്ട്. ചിരിച്ച് ഞാൻ ഇപ്പോഴും അത് ഡബ് ചെയ്തപ്പോ ഇന്നലെയൊക്കെ പറയുകയും ചെയ്തത്. അങ്ങനെ റിയൽ ആയിട്ട് അശോകൻ ചേട്ടൻ ഒരു നിഷ്കളങ്ക ചിരിയുണ്ട്. അതിപ്പോ ചിരിച്ചപ്പോ ഞാൻ നോക്കിയപ്പോ ഭയങ്കര innocent. നിഷ്കളങ്കനോ പുള്ളിയോ? അവിടെ കൊണ്ട് നിർത്തിക്കോ ഞങ്ങളൊക്കെ. കുറെ പുള്ളി പതുക്കെ പതുക്കെ അശോകൻ സമ്മതിച്ചു വരുന്നത്. എനിക്ക് സത്യത്തിൽ സൂചിച്ചു. എനിക്ക് മനസ്സിലായി അതിനെ സമ്മതിക്കൂല. സ്വിച്ച് വന്നപ്പോഴേ അത് ഞാൻ കട്ട് ചെയ്തു. പ്രൊഡ്യൂസറിനോട് അല്ല, പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ച് നോക്കിയപ്പോ ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ചിരിക്കുന്ന പോലെ എനിക്ക് ചിലപ്പോ എനിക്ക് മാത്രം തോന്നിയതായിരിക്കും. അതെങ്ങനെ അതിനകത്ത് അതിനകത്ത് ക്ലിപ്പില്ലേ ഞാൻ പഠിച്ചത് ചിരിയില്ല സെറ്റാ, അല്ലാതൊന്നുമില്ല. അത് നിഖില പറഞ്ഞു ഈ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ വെച്ച് പറഞ്ഞു, അയ്യോ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി നിറച്ച് ആഹാരം തരാൻ തോന്നുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ സിനിമയിലെ അശോകൻ ചേട്ടന്റെ ക്യാരക്ടർ. ഭയങ്കര ഇത്രയും തോൽവി ഒരാൾ നമ്മളൊക്കെയാണ് ജീവിതത്തിൽ മടുത്തു പോകും ആ ഒരു അവസ്ഥയില്. പുള്ളി ആ അവസ്ഥയിലും പുള്ളി ഭയങ്കര കോൺഫിഡന്റ്, ഭയങ്കര പോസിറ്റീവാണ്. ഇലക്ഷൻ അല്ല ഇനിയും വരും. അങ്ങോട്ട് പാവം തോന്നും. ഒരാൾ ഇത്രയൊക്കെ ഒരാള് നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ട് പുള്ളിനെ ഒരാളും കൺസിഡർ ചെയ്യുന്നു ജയിപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഭയങ്കര സ്നേഹമുള്ള ഒരു കാര്യം. നമുക്ക് ഭയങ്കര സ്നേഹം തോന്നില്ല ചില കാര്യം. വീട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് വളർത്താനൊക്കെ തോന്നില്ല ചില പാവം. അതെ ഭയങ്കര നമുക്ക് എനിക്ക് ചില സീനുകളൊക്കെ എടുക്കുമ്പോ എനിക്ക് അശോകൻ ചേട്ടനോട് കോമ്പിനേഷൻ അശോകൻ ചേട്ടൻ ഡയലോഗ് പറയുമ്പോൾ ഞാൻ പാവം എനിക്ക് വീട്ടിൽ കൊണ്ടുപോകും. ചോദിക്കട്ടെ, എത്രയും പ്രാവശ്യം തോറ്റു, എന്തുകൊണ്ടാ ജയിക്കാത്തത്? ജനങ്ങൾക്ക് വേണ്ടി ആ നാട്ടിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ക്യാരക്ടർ? ഈ ക്യാരക്ടർ അല്ല ഇയാൾക്ക് എന്റെ ജയിച്ചിട്ട് അവസരം കൊടുക്കണ്ടേ അവിടെ? അല്ല എന്തെങ്കിലും പുള്ളി അഴിമതി വരെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. ഇപ്പൊ പെട്ടെന്ന് പുള്ളിക്കൊന്ന് അത് പറയാൻ ഞാൻ അഴിമതി ചെയ്തൊന്ന് സ്ഥാപിക്കാൻ പറ്റണ്ടേ? ഇത് ഈ പീതാംബരനാണ് നമ്മളെ അല്ല വെറുതെ നാടിന് വേണ്ടി ചെയ്യണം, അപ്പോഴല്ലേ ജനങ്ങൾ ശ്രദ്ധിച്ച് ജയിക്കുള്ളൂ. അത് ഇയാള് പറഞ്ഞ ഡയലോഗുണ്ട്, ഇയാള് പറഞ്ഞ ഡയലോഗുകളുണ്ട്. എന്താ എന്റെ ആത്മാ എന്താ ഈ നാടിന്റെ ശബ്ദമാണ്, ഞാൻ പറയുന്നില്ല. ഈ പേരിലൊരു കാരണം അങ്ങനെന്തോ ഇങ്ങനെ പറയുന്നുണ്ട്. വളരെ ആലോചിച്ചുറപ്പിച്ചുണ്ടാക്കിയ ഒരു ഇത് ഞാൻ പ്രസംഗിക്കുമ്പോ അതാ വിളിച്ചത്. ഈ പാവം മനസ്സിൽ വിചാരിച്ചത് ആൾക്കാരുടെ ഇടനെഞ്ചിലാണ്, പേരൂരുകാരുടെ ഇടനെഞ്ചിലാണ് എന്ന് ഉള്ളത് പുള്ളിയുടെ ഡയലോഗ്. പുള്ളി പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഡയലോഗാണ്. പുള്ളി ഇത് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പുള്ളി അത് എനിക്കൊന്ന് കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ട്. കുട്ടികളുടെ അടുത്ത് പ്രസംഗിക്കാൻ പറയുമ്പോ പുള്ളി അതും എടുക്കും. ഈ അത്രയും വേദി ഒന്നും എനിക്ക് കിട്ടാറില്ല. അത് അപ്പൊ ആ ഉള്ള വേദിയിലെല്ലാം നമ്മുടെ അപ്പോഴേ മുടിച്ചോട്ടം പോകും. അല്ല പുള്ളി എന്നോട് പറഞ്ഞ രഹസ്യമായിട്ട് പറഞ്ഞത് എന്റെ ഇടനെഞ്ചിൽ അങ്ങോട്ട് അറിയോ ഞാൻ ജയിക്കും. ഇത് ഞാൻ മൈക്കിൽ വിളിച്ചു പറയാം എന്റെ ഇടനെഞ്ചിലുണ്ടെന്ന്. കിട്ടില്ല. ഞാൻ പറഞ്ഞല്ലേ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ചേട്ടന് ശരിക്കും ഒരു എന്താ പറയാ ഒരു സ്ഥാനം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും? ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാനുണ്ടോ വാസ്തവത്തിൽ? എന്തൊക്കെ ചെയ്യും? ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ ഒരു മനസ്സാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഗുണങ്ങൾ നന്മകൾ, അത് രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ മറ്റൊരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ഇത് വിട്ടിട്ട് ആ ലെവലിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ. അത് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരുപാട് സാധ്യതകളുണ്ട്, പബ്ലിക്കിന് വേണ്ടി ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. രാഷ്ട്രീയ പറഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ പോകണ്ട. ഇപ്പൊ ഇതില് ഇലക്ഷന് ഞാനുമായിട്ട് ചെറിയ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് എന്തെങ്കിലുമൊക്കെ ഈ പേരെല്ലാം ആകെ ഞങ്ങൾ കാണുന്ന ഈ വെണ്ണാളിൽ മാത്രമാണ്. ഇതാണോ ജോലി? എന്താണ് ജോലി? രാവിലെ കുളിച്ചിറങ്ങി പോണം. അതെ ഒരു 10 വെണ്ണാളെന്ന് എന്താണോ ജോലി? കട നിങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റിന്റെ കടയുണ്ട്. നിക്കുന്നുണ്ടോ ഇലക്ഷന്? ഇപ്പൊ സാധാരണ നമ്മൾ ഇലക്ഷൻ സ്ഥാനാർത്ഥികളോട് ചോദിക്കും, ജനങ്ങൾ വിധി എഴുതും, ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തിനു വോട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതും ഒരു സിനിമയാണെങ്കിലും സീരീസ് ആണെങ്കിലും എല്ലാം പ്രേക്ഷകരാണ് വിധി എഴുതുന്നത്. ഈ അതേപോലെ അതേ ഒരു ഫോർമാറ്റ് ഞാൻ ചോദിക്കുകയാണ്, ഈ വെബ് സീരീസ്
എന്തിന് ജനങ്ങൾ പ്രേക്ഷകർ കാണണം, എന്തുകൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കോർ എലമെന്റ് എന്തായിരിക്കും? അത് ഒരു പറഞ്ഞ മതി 7 എപ്പിസോഡിലൊക്കെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് മറ്റൊന്നിനെ പറ്റി ചിന്തിക്കാതെ ഒരു ഭയങ്കരമായ നർമ്മമായിട്ടുള്ള ഒരു സീരീസിന്റെ അനുഭവം ഉണ്ടാവുക. അത് കാണുമ്പോൾ ഉള്ള അനുഭവം ഒരിക്കലും നെഗറ്റീവായിട്ടുള്ളൊരു ഒരു തോട്ട് പോലും ഉണ്ടാവില്ല, ഒരു നിമിഷം പോലും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന നമ്മുടെ ചുറ്റുപാടുമൊക്കെ നടക്കുന്ന പലപ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ചിലതൊക്കെ. ഈ പറഞ്ഞ ചില ക്യാരക്ടേഴ്സിനൊക്കെ അപ്പോൾ എൻ്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലോ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സൊക്കെ അയ്യോ നമ്മുടെ അവനെങ്ങനെയല്ലേ, അവനെങ്ങനത്തെ ആ പെണ്ണ് ശരി അവളുടെ ഇങ്ങനെയൊക്കെ തോന്നാം, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പൊ ഞങ്ങളിപ്പോ അഭിനയിച്ച സ്ഥിതിക്ക് ഇതിനകത്ത് നമ്മൾ ഈ രാഷ്ട്രീയത്തിലുള്ള ഒരുപാട് ചില തന്ത്രങ്ങളും അങ്ങനെയുള്ള സൂത്രപ്പണികളും ഒക്കെ ഇതിനകത്ത് ഒരുപാട് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളെല്ലാം കാണിക്കും. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ദിവസവും പലപ്പോഴും TV പത്രം കാണുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൂടുതലുണ്ടല്ലോ തോന്നുന്നത്. അതെ അതെ അതെ. ഇതിനകത്ത് വേറെ ടീച്ചറിനകത്ത് പറയുന്നുണ്ട് ആണുകാണല് എന്ന് പറയുന്നത്. അതിപ്പം ഒരുപാട് പേര് അതിനെപ്പറ്റി നമ്മൾ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ അത് നല്ലതല്ലേ, ശരിക്കും ജീവിതത്തിൽ അങ്ങനെ വേണ്ടതല്ലേ, എന്തിനാ കണ്ട. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമ, അല്ല ഈ സീരിയലിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിയാണല്ലോ. ഈ ജനങ്ങൾ ഒരുപാട് കബളിപ്പിക്കപ്പെടുന്നു തോന്നുന്നത് നമ്മൾ ഇതിനകത്ത് അറിഞ്ഞ ശേഷമാണ്. ഈ രാഷ്ട്രീയമാണല്ലോ ബേസ്. ആ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ച് എത്രയോ ആൾക്കാർ ആ വിശ്വാസത്തിൽ മുങ്ങിപ്പോകുന്നുണ്ട്. ഒരു സറ്റയറാണ് ഇതിന്റെ അകത്തുള്ള ഇതിന്റെ സമീപനം, ഒരു സാറ്ററിക്കലായിട്ടുള്ള ഈ സമൂഹത്തെ നോക്കിക്കാണുന്ന ഒരു കഥയാണ്, ഒരു ദേശത്തിന്റെ കഥയാണ്. അത് നമുക്ക് എന്റെ കഥയാണെന്ന് ചിലപ്പം റിലേറ്റ് ചെയ്യാം. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ പറഞ്ഞ ആ കാര്യം ഇങ്ങനെ 10 പെണ്ണുകാണലൊക്കെ ആയാലോ, ആണ് കാണുന്നത് നല്ലൊരു കാര്യമല്ലേ, ആണോ അഭിപ്രായം? തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഞാനാണ് ചിലപ്പോ ആണ് കാണുന്നത് അല്ലേ. നല്ലൊരു കാര്യം, നല്ല തുടക്കമാണത്. അല്ല ആ തുടക്കം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വളരട്ടെ. നോക്കാവുന്നതാണ്. നമ്മുടെ സമൂഹത്തിലെ ആ ഒരു ട്രൈ ചെയ്ത് നോക്കാം, സാധ്യതകൾ ഇങ്ങനെ തുറന്ന് വരികയാണ്, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്നാണ്. അപ്പോ പ്രേക്ഷകരുടെ ഇളനെഞ്ചിലും ഈ വെബ് സീരീസ് അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്ത് നീൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.